പാടും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും എന്നും ഞാൻ എൻ്റെ പ്രിയനേ. പാടും ഞാനെന്നും എൻ്റെ പ്രിയനേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം ആദീനാരംഭം. ക്ഷാമം ഭൂകമ്പം ആദീനാരംഭം. ക്ഷാമത്താലി ചോണി എങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപം എൻ്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എൻ്റെ രക്ഷകൻ. എന്നെ പോറ്റിടും എൻ്റെ രക്ഷകൻ. ഇന്നലെക്കാൾ ഇന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റവും അടുത്തായതെനിക്കെത്രയാനന്ദം. എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ. എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ. പാരിതിയിൽ വന്തിരായി തള്ളലേറ്റു ഞാൻ. മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 39 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കും എന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങിവന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, എൻ്റെ നാളുകളെ 4 വിരൽ നീളം ആക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്ദയാക്കി വയ്ക്കരുതേ. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേ. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് രക്ഷയ്ക്കായുള്ള കണ്ണുനീർ എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം. അതിനായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഹല്ലേലൂയ. ലൗകിക ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ മരണത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ശാരീരിക മരണം, ഒന്ന് ലൗകിക കാര്യങ്ങൾക്കായി ദുഃഖിക്കുകയും കണ്ണുനീർ വാർക്കുകയോ ചെയ്താൽ ഒരു പക്ഷേ
നീ ദൈവത്തിന്റെ സമയത്തിന് മുൻപേ മരിച്ചെന്ന് വരാം. ആത്മീക കാര്യങ്ങൾക്കായി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ബലത്തിന്മേൽ ബലം പ്രാപിക്കുന്നു. എന്നാൽ സ്വയ അനുകമ്പ നിമിത്തം കരയുന്നവർ ബലഹീനരായി തീരും. മരണം എന്നതിൻ്റെ മറ്റൊരർത്ഥം ദൈവത്തെ വിട്ടുപിരിയുക എന്നതാണ്. പണം, ജോലി, വാഹനം, ഭവനം എന്നിവയ്ക്കായി എപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ എത്രത്തോളം പറയുന്നുവോ അത്രത്തോളം നീ ദൈവത്തെ വിട്ട് അകന്നു പോകും. നിന്റെ കണ്ണുനീർ നിന്നെ പിന്മാറ്റക്കാരനാക്കി തീർക്കുകയേ ഉള്ളൂ. ശാരീരികമായും ആത്മീകമായും നാൾക്കുനാൾ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. മറ്റുള്ളവർ നിന്നെ തിരസ്കരിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, നിന്നെക്കുറിച്ച് ദോഷം സംസാരിക്കുമ്പോൾ അഥവാ അപമാനിക്കുമ്പോൾ നീ കരയുന്നു എങ്കിൽ അതിനെ പാതാള വേദനകൾ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർ പാതാളത്തിൽ കരയുന്നത്? മാനസാന്തരപ്പെട്ടതിനാലല്ല, പിന്നെയോ സ്വയ അനുകമ്പ നിമിത്തമത്രേ. ഭൂമിയിലെ ജീവിതത്തിൽ സ്വയ അനുകമ്പ നിമിത്തം കരഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ മരിക്കുമ്പോൾ സ്വയ അനുകമ്പയോടെ ആയിരിക്കും മരിക്കുന്നത്. ആകയാൽ മറ്റുള്ളവർ നിന്നെ വെറുത്ത് നിന്നെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം വലുതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സന്തോഷിച്ച് ഉല്ലസിക്കണം. പ്രിയരെ, പാതാള വേദനകൾ നിന്നെ ചുറ്റുവാൻ അനുവദിക്കരുത്. നിന്റെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ദുഃഖം പരിമിതം ആയിരിക്കണം. പ്രത്യാശയില്ലാത്ത ശേഷ മനുഷ്യരെ പോലെ ദുഃഖിക്കരുത്. മായയായവയ്ക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കരുത്. ഭൗതിക സ്ഥാനങ്ങൾ, സ്വത്ത്, മാനം, മഹത്വം എന്നിവ നഷ്ടമാകുമ്പോൾ കരയരുത്. അപ്പോഴാണ് നാം ദൈവത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കേണ്ടത്. ദൈവത്തോടുള്ള നിന്റെ സ്നേഹത്തിന്റെ പരീക്ഷയാണിത്. ആ പരീക്ഷയ്ക്ക് ശേഷം മഹത്തായ അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് നൽകുവാൻ കാത്തിരിക്കുകയാണ്. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ല, ഞങ്ങൾക്ക് മറ്റൊന്നും പറയുവാനില്ല കർത്താവ്. നെയ്യോളാണ് ഞങ്ങളെ നിലനിർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി ജീവനുള്ള ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി ജീവന്റെ വഴിയിൽ യാത്ര ചെയ്യുന്നവരായി തീരുവാൻ കുടുംബമായി എല്ലാ മക്കളെയും സഹായിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. യേശുവിന്റെ രക്തത്താലും ഞങ്ങളെല്ലാം കഴുകണമേ, ശുദ്ധീകരിക്കണപ്പാ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ലല്ലോ. ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചവരായ ദൈവമക്കളായി യേശുവിനോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, മാനിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തോത്രം.